നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ അച്ഛനെ കൊന്നത് അയാളാണെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യോ? ശരി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അതെ എടാ, ഒരു ഉണ്ടാവോ കടമായിട്ട് എടുക്കാൻ 2000 ഉണ്ടാവും? എന്താടാ പതിവില്ലാത്ത ശീലമൊക്കെ? എനിക്ക് പെട്ടെന്ന് കുറച്ച് കാശിന്റെ ആവശ്യം വന്നതാ. നിനക്ക് എന്ത് ചെലവുണ്ടാവാനാ? സത്യം പറയടാ, നീ വല്ല പ്രേമത്തിലോ വല്ലതും ചെന്ന് ചാടിയോ? എന്റെ പേഴ്സണൽ ആവശ്യത്തിനാ. എന്ത് പേഴ്സണൽ ആവശ്യം? അത് എന്റെ പേഴ്സണൽ ആവശ്യമൊക്കെ നിന്നോട് പറയാൻ പറ്റുമോ? ശരി ശരി. താങ്ക്സ്. ആളാരാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടോടാ. ആ ഗോപാൽജി, നീ എവിടെ മോനെ? വീട്ടില്. നീ ഇങ്ങോട്ടൊന്ന് വാ, നമുക്കൊരു സ്ഥലം വരെ പോണം. ശരി ഗോപാൽജി. ഗോപാൽജി, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്ന്? അതൊക്കെ ഉണ്ട്, നീ വാ. അയ്യോ, ഇതാര്? നമസ്കാരം ഗോപാൽജി. വരൂ, അകത്തേക്ക് വരൂ. മഞ്ജു ഇല്ലേ? ഇല്ല, അവള് ജോലിക്ക് പോയി. മഹിമ ഒരു ടീച്ചറിന്റെ കല്യാണത്തിന് പോയി. ഗോപി, സുഖല്ലേ? ഗോപാൽജി ഇരിക്കേ. ഓ മോനെ ഇരിക്കേ. വേണ്ട. എന്താ ഗോപാൽജി ഈ വഴിക്ക്? എന്തെങ്കിലും പ്രശ്നം? പ്രശ്നങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തീർത്തതല്ലേ. ഞാൻ വന്നത് ഒരു കുടുംബകാര്യം സംസാരിക്കാൻ. എനിക്ക് ഈ വളച്ചു കെട്ടി സംസാരിച്ചത്ര ശീലമൊന്നുമില്ല. അതുകൊണ്ട് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. എന്റെ മകൻ സഞ്ജയ്ക്ക് വേണ്ടി മഞ്ജുവിനെ കല്യാണം ആലോചിക്കാനാണ് ഞാൻ വന്നത്. അയ്യോ, ഇത്രയും കാശുള്ള ഒരു കുടുംബത്തിന്ന് അവക്കൊരാലോചന വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. കാശിലൊക്കെ എന്തിരിക്കുന്നു ശോഭനെ? എന്നാലും സഞ്ജയ്ക്ക് എന്താ കുഴപ്പം? എന്റെ ഹോട്ടൽ ഇപ്പൊ നടത്തിക്കൊണ്ടു പോകുന്നത് അവൻ ഒറ്റയ്ക്കാ. മിടുക്കനാ, കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവനോട് അസൂയുള്ള ചില നാട്ടുകാര് അവനെ കുറിച്ച് കുറെ കഥകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അതിപ്പോ നിങ്ങളുടെ മഞ്ജുവിനെ കുറിച്ചും പറയുന്നില്ലേ? അല്ല, ഇവനല്ലേ കഥയിലെ നായകൻ. ആ കഥകളൊക്കെ നുണയാണെന്ന് എനിക്കും സഞ്ജുവിനും നല്ല ബോധ്യമുണ്ട്. കാരണം ഇവനെ എനിക്ക് അത്ര വിശ്വാസമാണ്. ഇവൻ എനിക്ക് മകനെ പോലെയാ. ഇവൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മഞ്ജുവിനെ കുറിച്ചുള്ള കഥകളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെയാണ് സഞ്ജുവിന്റെ കാര്യത്തിലും. എന്നാലും ഇത്രയും വലിയ കുടുംബത്തിലേക്ക് മഞ്ജുവിനെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുമ്പോ ഞങ്ങളൊക്കെ ചെറിയ ആളുകളാ ഗോപാൽജി. ഞാൻ എങ്ങനെ ആളുകളുടെ വലിപ്പവും ചെറുപ്പവും ഒന്നും നോക്കാറില്ല ഗോപി.
മനസ്സുകൊണ്ട് നല്ലവരായിരിക്കണം. നിങ്ങളൊക്കെ നല്ലവരാണ്. ഇനി എന്റെ കുടുംബത്തിലേക്ക് കയറി വരാൻ വലിയ സ്ത്രീധനം കൊടുക്കണമെന്നെങ്ങാനുമാണ് നിങ്ങളുടെ ടെൻഷനെങ്കിൽ അതും വേണ്ട. ദൈവം എനിക്ക് ആവശ്യത്തിന് കാശ് തന്നിട്ടുണ്ട്. മരുമകളുടെ വീട്ടിൽ നിന്ന് കാശ് മേടിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അവളുടെ കയ്യില് ഒരു വള പോലും ഇട്ട് നിങ്ങൾ അയക്കേണ്ട കാര്യമില്ല. പിന്നെ കല്യാണത്തിന്റെ ചെലവിനെ കുറിച്ച് യാതൊരു ടെൻഷനും വേണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ വീടോ പറമ്പോ ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾ എന്താ മനുഷ്യ നോക്കി നിൽക്കുന്നത്? സമ്മതാണെന്നങ്ങ് പറ. ഇത്രയും വലിയൊരാളും മകന് വേണ്ടി പെണ്ണ് ചോദിച്ചു വരുമ്പോ ആലോചിക്കേണ്ട കാര്യം എന്താ? ഞങ്ങള് ഒന്ന് ആലോചിച്ചിട്ട് പറയാം ഗോപാൽജി. ഞങ്ങളുടെ കുടുംബമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നതിൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലും ഒരു ഗുണവേ ഉണ്ടാവൂ. മാധവനില്ലാതെ ഈ കുടുംബം എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് നിങ്ങളെ പല വിധത്തിലും സഹായിക്കാൻ പറ്റും. ഗോപാൽജി ഒരു മിനിറ്റ്. ഓ, ഒന്നിട്ട് വന്ന മനുഷ്യ. നിങ്ങൾ എന്തിനാ സമയം ചോദിച്ചത്? ഇത്രയും വലിയൊരാൾ ആലോചനയായിട്ട് വരുമ്പോ അപ്പൊ തന്നെ ശരിയെന്ന് പറയണം. എടി, അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ മതിയോ? ഇത് മഞ്ജുവിന്റെ ജീവിതത്തിന്റെ വിഷയമാണ്. തീരുമാനിക്കേണ്ടത് അവളല്ലേ? അവളോട് കൂടി ഒന്ന് ചോദിച്ചിട്ട്. എന്തിന്? അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ പെണ്ണുങ്ങളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നോട് ചോദിച്ചിട്ടാണോ ഗോപിയേട്ടനുമായിട്ടുള്ള കല്യാണാലോചന എന്റെ വീട്ടുകാരെ നടത്തിയത്? ഇതൊക്കെ കാരണവന്മാരങ്ങ് തീരുമാനിക്കും, കുട്ടികൾ അനുസരിക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും അവളുടെ കയ്യിലിരിപ്പിനെ ഇതിനേക്കാൾ നല്ലൊരാലോചന കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അവളുണ്ടാക്കിയ ചീത്തപ്പേര് കാരണം നല്ല ഒരു കുടുംബത്തിൽ നിന്നും ആലോചന വരില്ല. ഇതിപ്പോ ഗോപാൽജിക്ക് ഗിരി മകനെ പോലെ ആയതുകൊണ്ട് ആ കഥകളൊന്നും അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല. വേറെ ഒരു കുടുംബക്കാരും ഈ കഥകളൊന്നും വിശ്വസിക്കാതിരിക്കത്തുമില്ല. പിന്നെ അയാളുടെ കൂടെ വന്നിരിക്കുന്നതേ ഗിരിയാ. ഗോപാൽജി അപമാനിച്ചു എന്ന് അവന് തോന്നിയ നല്ല ഇടി കിട്ടും. ഞാൻ സമ്മതാന്ന് പറയാൻ പോവാ. ഗോപാൽജി, ഞങ്ങൾക്ക് കല്യാണത്തിന് സമ്മതാ. സന്തോഷമായി ശോഭനെ. എന്നാ സഞ്ജുവിനെ നാളെ ഇങ്ങോട്ട് അയക്കാം. പേരിനൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കട്ടെ. എനിക്ക് നാളെ തിരുവനന്തപുരം വരെ ഒന്ന് പോകണം. ഇവൻ ഗിരി സഞ്ജുവിന്റെ കൂടെ വരും. സഞ്ജു മഞ്ജു, ആ പേര് തന്നെ എന്തോ ഒരു ചേർച്ചയാ. എന്നാ ഞാനിങ്ങോട്ട്. ഓ ശരി ഗോപാൽജി. ഇപ്പൊ മനസ്സിലായില്ലേ നിന്നെ കൂട്ടി ഞാൻ എന്തിനാ പോയെന്ന്? എന്റെ കുടുംബത്തിൽ എന്ത് നല്ല കാര്യം നടന്നാലും നീ അതിന്റെ ഭാഗമായിട്ടുണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. നീ എന്താണ് ഒന്നും മിണ്ടാത്ത? അല്ല, ഗോപാൽജി പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം പറഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി, അത്രേ ഉള്ളൂ. ഒരു പോലീസുകാരിയെ സഞ്ജയ്ക്ക് വേണ്ടി ആലോചിക്കുന്നതിൽ നിനക്ക് വിരോധമല്ലോ ഉണ്ടോടാ? ഏയ്, അങ്ങനെയൊന്നുമില്ല ഗോപാൽജി. മാധവന്റെ മകളെ ഈ വീടിന്റെ മരുമകളായിട്ട് അംഗീകരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. സഞ്ജയ് എന്റെ അടുത്ത് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോ എനിക്ക് ആദ്യം വന്നത് ദേഷ്യമാണ്. നിന്റെ അച്ഛനോട് പോലീസുകാർ കാണിച്ച ക്രൂരതയാണ് എനിക്ക് ഓർമ്മ വന്നത്. പോലീസുകാർ കാരണം നമുക്കുണ്ടായ നഷ്ടം ചെറുതൊന്നുമല്ല. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോഴാ മഞ്ജുവിനും കുടുംബത്തിനും ഞാൻ കാരണം ഉണ്ടായ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ചത്. എത്ര ദുഷ്ടനാണെങ്കിലും ആ കുട്ടിയുടെ അച്ഛനാണ് മാധവൻ. അയാൾ മരിക്കാൻ കാരണക്കാരൻ ഞാനല്ലേ? ആ കുറ്റബോധം ഇന്നും എന്നെ വേട്ടയാടുന്നുണ്ട്.
ഈ ബന്ധം ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനായി ദൈവം കാണിച്ചു തന്നൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എടുക്കുന്ന ഏത് തീരുമാനത്തിന്റെ കൂടെ നീ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് നിന്നോട് പറയാതെ ഞാൻ മഞ്ജുവിന്റെ വീട്ടിൽ ചെന്ന് കല്യാണക്കാരെ സംസാരിച്ചു. എന്ന് കരുതി നിന്റെ അഭിപ്രായത്തിന് ഞാനൊരു വില നൽകുന്നില്ല എന്ന് കരുതരുത്. ഈ ബന്ധത്തിൽ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പൊ തന്നെ ഇത് വേണ്ടാന്ന് വെക്കാം.